ഓക്കെ സാർ, താങ്ക് യു സാർ. നമസ്കാരമുണ്ട്. ഇതാണ് ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ. നമസ്കാരം, സർ. പേര് മുനിക്കൊണ്ട. എന്റെ പേര് വിജയ്. ഓ, ഹീറോ സാറിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നതാ. അകത്ത് വന്നിരിക്കെ, ഞാൻ സാറിനോട് പറയാം. വരൂ സാർ. സാറ് വരാൻ പറഞ്ഞു. അകത്തേക്ക് പോയിക്കോളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു കളി കളിക്കണല്ലോ. സാർ, സാറിനൊന്നും തോന്നരുത്, ഞാൻ ഒറ്റയ്ക്ക് ഹീറോയുടെ അടുത്ത് പോയി കഥ പറഞ്ഞോട്ടെ, അതിനുശേഷം സാർ ഉള്ളോട്ട് വന്നാൽ മതി. അത് സാരമില്ല, നിങ്ങൾ പോയി കഥ പറഞ്ഞിട്ടോ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നമുക്ക് സിനിമയല്ലേ പ്രധാനം. ആൾ ദി ബെസ്റ്റ്. ഇവൻ സമ്മതിപ്പിക്കുവോ? ഇവനെ വിശ്വസിക്കാവോ? പ്രൊഡ്യൂസർ സാറേ, ഞാൻ തന്നെ. എന്തൊരു ഡയറക്ടറാ അത്. അടിപൊളി കഥയാ സാറേ അത്. സത്യത്തിൽ ഇതുപോലൊരു കഥ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇനി എന്റെ ജന്മത്തിൽ ഇങ്ങനെ ഒരു കഥ കേൾക്കാനും പോകുന്നില്ല. അത്ര അടിപൊളിയാണ് സാറേ കഥ. അയ്യോ, എന്തൊരു കഥയാ സാറേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ കേട്ടിട്ടേ ഇല്ല. അടിപൊളി കഥയാണ് കേട്ടോ. നല്ല സ്റ്റോറി സെലക്ഷനാ സാറേ. സത്യം പറയട്ടെ, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഞാനൊക്കെ സ്റ്റക്കായി പോയി എന്റെ പൊന്നു സാറേ. അയ്യോ, അത്ര നല്ലതാ സാറേ, അത്ര നല്ല കഥയാണേ. സൂപ്പർ ഡയറക്ടർ സാർ, ഫാന്റാസ്റ്റിക്. കഥ കേട്ട ശേഷമുള്ള സാറിന്റെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി സാർ. എന്റെ ലൈഫിൽ ഇതുപോലൊരു ഹീറോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ. എന്താ ഗ്രാസ്പിംഗ് സാർ. കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹീറോ സാറിന്റെ ഗ്രാസ്പിംഗ് കണ്ടിട്ട് ഞാനൊരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. വെറുതെ എന്നെ പുകഴ്ത്തു വന്നേ. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട അത് സൂപ്പർ ഹിറ്റ് അല്ലേ? എന്റെ ഡേറ്റ് എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി അങ്കിളെ. അങ്കിളോ? അതെ അങ്കിൾ, ഒരു പ്രാവശ്യം മീറ്റ് ചെയ്താ നിങ്ങൾ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഹീറോ ആയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. നമ്മളൊരു കുടുംബമല്ലേ അങ്കിൾ. ഈ ചിത്രം നമുക്ക് സക്സസ് ആക്കേണ്ടേ അങ്കിൾ. ഞാൻ ഫാമിലി ആയിട്ടേ കാണുള്ളൂ. ഞങ്ങളും ആ ടൈപ്പ് ആനിയാ. ഇതൊന്ന് പിടിച്ചേ. ഇത് വെറും അഡ്വാൻസ് മാത്രമാ. ബാലൻസ് പൈസ ടൈം ടു ടൈം ചോദിക്കുമ്പോ കൃത്യമായിട്ട് തരും. അങ്കിൾ, അയ്യോ എന്തിനാ അങ്കിൾ ഇതൊക്കെ ഇപ്പൊ? സമയം ഇനി ഉണ്ടല്ലോ അങ്കിൾ. എനിക്ക് സ്റ്റോറിയാണ് വലുത്. അത് സെറ്റായല്ലോ, നമുക്ക് സക്സസ് ആക്കണ്ടേ ഇത്. ഇങ്ങരുടെ കഥ അടിപൊളിയാ, അതിന് ഞാൻ ദൃക്സാക്ഷിയല്ലേ അങ്കിൾ. എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് സെന്റിമെന്റ് ആയിട്ട് നോക്കിയാ ലക്ഷ്മി ദേവി വന്ന് നമ്മുടെ കഥവി മുട്ടുകയാണെങ്കിൽ തുറക്കുകയല്ലാതെ അടച്ചു വെക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ ഇത്. അങ്കിളെ പറഞ്ഞാട്ടെ. അങ്കിൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ ഈ ചെക്ക് അങ്ങ് വാങ്ങുക. അത് തന്നെ. നിങ്ങളെ എനിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എല്ലാവരും ഒരു ഫാമിലി തന്നെ. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി, ശരി, ബൈ. ഹീറോ അടിപൊളിയാ. ഡയറക്ടറിന്റെ സെലക്ഷൻ ഉഗ്രൻ. ഹീറോയ്ക്ക് നിങ്ങൾ പറഞ്ഞ കഥ അങ്ങ് ഇഷ്ടപ്പെട്ടു. കഥ മാത്രമല്ല, ക്യാരക്ടറും ഇഷ്ടപ്പെട്ടു. ഹീറോ അങ്ങ് ആകാശത്തേക്ക് പോയി. എനിക്ക് നിങ്ങളുടെ സെലക്ഷൻ എല്ലാം അങ്ങ് പിടിച്ചു കേട്ടോ. ആദ്യം ഈ ചെക്ക് അങ്ങോട്ട് വാങ്ങിക്കേ. അയ്യോ, ഇപ്പോഴേ എന്തിനാ സാർ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഫാമിലി അല്ലേ? ഈ ചെക്ക് അങ്ങോട്ട് വാങ്ങിച്ചു വെക്കേ. സാർ ഇത്രയും നിർബന്ധിച്ചോണ്ട് ഞാൻ വാങ്ങാം സാർ. താങ്ക് യു സാർ. ഹീറോയ്ക്ക് നിങ്ങൾ പറഞ്ഞ കഥ അത്രത്തോളം ഇഷ്ടപ്പെട്ടെങ്കിലേ സിനിമ തീർച്ചയായും വലിയ ബ്ലോക്ക് ബസ്റ്ററാ. തീർച്ചയായും സാർ. ഇതുവരെ എന്നോട് ആ കഥ പറഞ്ഞില്ലല്ലോ. പറയാം സാർ. സാറിനോട് പറയാതെ എങ്ങനെയാ സാർ? പക്ഷെ അതിനു മുന്നേ ഹീറോയിനോട് കൂടി പറയണ്ടേ സാർ? എന്നാ കുറച്ചുകൂടി കോൺഫിഡൻസ് വരും. അപ്പൊ പറയാം സാർ. അപ്പോഴെങ്കിലും പറയുമല്ലോ അല്ലേ? എന്തായാലും പറയാം സാർ. എങ്കിലും ഓക്കെ. നിങ്ങളോട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. വീണ്ടും വേറെ എന്തെങ്കിലും ഒരു കളി കളിക്കണല്ലോ സാർ. ആ ഹീറോയോട് ഞാൻ തനിയെ പോയല്ലേ കഥ പറഞ്ഞത്. സെന്റിമെന്റ്സ് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആയില്ലേ? ഇവിടെ അതുപോലെ വർക്കൗട്ട് ആവും സാർ, എനിക്ക് ഉറപ്പുണ്ട് സാർ. ഈ സെന്റിമെന്റ് എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പെപ്പർമിന്റാ. ഞാനും അത് ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വാ. താങ്ക് യു സാർ, എന്നെ ശരിക്കും മനസ്സിലാക്കിയതിന്. എനിക്ക് ഈ നൊര വരുന്ന സോപ്പും പതഞ്ഞു വരുന്ന പാലും കാണാൻ വലിയ ഇഷ്ടമാ. നിന്റെ സംസാരത്തിൽ ആ പതപ്പിക്കലുണ്ട്. ഹേയ്, പഞ്ചിടയിലെ കാണല്ലോ സാർ. താങ്ക്സ് സാർ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. എന്തു പറ്റി? സെന്റിമെന്റ് വെച്ച് നോക്കുമ്പോ ആദ്യം ഹീറോയിൻ അല്ലേ വരേണ്ടത്. പക്ഷെ നിങ്ങളാണല്ലോ വരുന്നേ. എന്താ സെന്റിമെന്റ് വർക്കൗട്ട് ആയില്ലേ? എന്ത് പറ്റിയെന്നൊന്ന് പറ. കഥ അവര് കേട്ടില്ലേ? കേട്ടു സാർ. കഥ കേട്ട് അന്തം വിട്ടു പോയി. പെട്ടെന്നൊരു ശബ്ദം വന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം വരുന്നത്? വെള്ളത്തിൽ വീണു സാർ. അതെങ്ങനെയാ വീണേ? കഥ കേട്ടിട്ട് സാർ
കഥ കേട്ടാ ഇങ്ങനെ വീഴൂ? വീണത് കൊണ്ടാണ് ശബ്ദം കേട്ടത് സാർ. പിന്നെന്താ പറ്റിയത്? അത് കഴിഞ്ഞപ്പോ കല 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 എന്നൊരു ശബ്ദമായിരുന്നു സാർ. എന്നിട്ട് താൻ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നു? ഇല്ല സാർ, അവർ എണീറ്റ് അപ്പം തന്നെ വന്നു. അവര് ഓക്കെ പറഞ്ഞില്ലേ? ഓക്കെ പറഞ്ഞു സാർ. കഥ അവർക്ക് ഇഷ്ടപ്പെട്ടോ? അത് എനിക്കിങ്ങനെ പറയാൻ പറ്റും സാർ, ഹീറോയിൻ പറയണ്ടേ. പറയാനൊന്നും വന്നാലല്ലേ? അതാ വരുന്നുണ്ട് സാർ. വന്നു സാർ. പ്രൊഡ്യൂസർ സാറോ? ഞാൻ തന്നെയാ. അമ്മേ എന്തൊരു കഥയാണ് സാർ, എന്തൊരു കഥ! ഇങ്ങനൊരു കഥ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ബ്യൂട്ടിഫുൾ, ഗ്ലോറിയസ്, ട്രെമൻഡസ്, ഫാന്റാസ്റ്റിക്. അങ്ങനെയാണെങ്കിൽ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? ഇഷ്ടമായോന്നോ? ഭയങ്കരമായിട്ട് ഇഷ്ടായി. മൈൻഡ് ബ്ലാസ്റ്റിംഗ് സർ. അതിങ്ങ് എടുക്കടാ. സാർ, ഇതൊരു സാധാരണ കഥയല്ല, എന്റെ കരിയർ തന്നെ മാറ്റുവാൻ പോകുന്ന കഥയാണ് സാർ ഇത്. ഇന്ന് ഒരു ചെറിയ അഡ്വാൻസ്, ബാലൻസ് പൈസ എപ്പോ ചോദിക്കുന്നു അപ്പൊ തന്നെ. വേണ്ട സർ, ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യേണ്ട പടം, കാരണം കഥ അതുപോലെയാണ് സർ. ഞാൻ സെന്റിമെന്റ് നോക്കുന്ന ആളാ. ദൈവത്തെ ഓർത്ത് ഇതൊന്ന് വാങ്ങിക്കണം. പ്ലീസ് വാങ്ങ മാഡം. നിങ്ങൾ നിർബന്ധിച്ചാ പിന്നെ വാങ്ങിയേക്കാം. താങ്ക്സ് മാഡം. എന്നാ ശരി. ശരി, മാഡത്തിന്റെ മൂഡ് മാറുന്നതിന് മുമ്പ് വാടോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഹീറോയിനും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ ഹീറോയിൻ അന്ന് ചിരിച്ചോണ്ട് ചെക്ക് വാങ്ങിയത്. എന്താ സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ? ആഹാ, എന്തൊരു ഇൻവോൾവ്മെന്റ്, എന്തൊരു എക്സൈറ്റ്മെന്റ്. ഏത് സമയത്ത് നിന്റെ കൂടെ സിനിമ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോ അന്ന് മുതൽ കൂടെ ഉണ്ട് എന്റെ ഈശ്വരന്മാരെല്ലാം. ഇതിനൊക്കെ കാരണം ആ കഥയാ. അതെ സാർ. ഇപ്പോഴെങ്കിലും ആ കഥയൊന്ന് പറയൂ. സാർ, രാഹുകാലം വന്നു സാർ. അടുത്ത് തന്നെ നല്ലൊരു മുഹൂർത്തമുണ്ട്, അപ്പൊ പറയാം സാർ. സെന്റിമെന്റ്സ് എല്ലാം അപ്പൊ നന്നായിട്ട് വർക്കൗട്ട് ആവും സാർ. അയ്യോ, സെന്റിമെന്റ് സെന്റിമെന്റ് തന്നെയാ. കഥ നമ്മുടെ അല്ലേ, സമയം പോലെ ഞാൻ കേട്ടേക്കാം. തൊപ്പി നമ്മുടേതാണെങ്കിൽ എപ്പോ വേണേലും തലേ വെക്കാലോ അല്ലേ? എന്തൊരു ഫ്രൈസാ സാർ. കിടുക്കാച്ചി. കിടക്കാച്ചി എന്ന് വെച്ചാൽ എന്താ? അത് വേണ്ട. ഹേയ്, നിന്നോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എനിക്ക് അടുത്ത ചാൻസ് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. Thank you. സോ ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി വെരി ഹാപ്പി. അല്ല, ഷൂട്ടിംഗ് ഒക്കെ എപ്പോഴാ തുടങ്ങുന്നേ? ഇനി വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ.